നമസ്കാരം. ഏവർക്കും മനഃശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രജിത് കുമാർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന മനഃശാസ്ത്ര ശാഖയെക്കുറിച്ചാണ്. 1912 ജർമ്മനിയിൽ രൂപം കൊണ്ട മനഃശാസ്ത്ര ശാഖയാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഘടനാവാദത്തെ എതിർത്തുകൊണ്ടും വ്യവഹാരവാദത്തെ പിന്തള്ളിക്കൊണ്ടും വന്ന മനഃശാസ്ത്ര ശാഖയാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ശാഖയാണ്. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. വിൽഹം വുണ്ടാണ് ഘടനാവാദത്തിൻ്റെ പിതാവ്. സ്ട്രക്ചറലിസം എന്ന മനഃശാസ്ത്ര ശാഖയുടെ പിതാവ് വിൽഹം വുണ്ടാണ്. മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ശാഖയാണ്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ് സ്ട്രക്ചറലിസം. സ്ട്രക്ചറലിസം മനുഷ്യരുടെ ബോധ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചാണ് പഠനം നടത്തിയത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന എന്നാണ്. സ്ട്രക്ചറലിസം പഠനം നടത്തിയത് മനുഷ്യൻ്റെ ബോധ മനസ്സിൻ്റെ ഘടന എന്താണ് എന്നതിനെക്കുറിച്ചാണ്. 1879 വിൽഹം വുണ്ട് ജർമ്മനിയിലെ ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. അതോടുകൂടി മനഃശാസ്ത്രം ഒരു സ്വതന്ത്ര വിഷയമായി അറിയപ്പെടാൻ തുടങ്ങി. വിൽഹം വുണ്ട് മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നും പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നും ഘടനാവാദത്തിൻ്റെ പിതാവെന്നും സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവെന്നും അറിയപ്പെട്ടു. ഫാദർ ഓഫ് സൈക്കോളജി വിൽഹം വുണ്ട്. ഫാദർ ഓഫ് എക്സ്പീരിമെന്റൽ സൈക്കോളജി വിൽഹം വുണ്ട്. ഫാദർ ഓഫ് സ്ട്രക്ചറലിസം വിൽഹം വുണ്ട്. വ്യവഹാരവാദത്തെ പിന്തള്ളിക്കൊണ്ടുവന്ന മനഃശാസ്ത്ര ശാഖയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. എന്താണ് വ്യവഹാരവാദം? മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, വ്യവഹാരങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്ര ശാഖയാണ്. സ്റ്റിമുലസും റെസ്പോൺസും ചേരുമ്പോൾ ബിഹേവിയർ ആകുമെന്നും നിരീക്ഷിക്കുവാനും അളക്കുവാനും കഴിയുന്ന പെരുമാറ്റങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയെന്നും ബിഹേവിയറിസ്റ്റ് പറയുന്നു. ഒവർട്ട് റെസ്പോൺസിനാണ് ബിഹേവിയറിസ്റ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കാരണം ഒവർട്ട് റെസ്പോൺസ് മെഷറബിൾ ആണ്, ട്രെയിനബിൾ ആണ്, ഒബ്സർവബിൾ ആണ്. അപ്പോൾ വ്യവഹാരവാദികൾ പറയുന്ന ചോദക പ്രതികരണ ബന്ധത്തെക്കുറിച്ചുള്ള ആശയത്തെയും ഘടനാവാദികൾ പറയുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബോധത്തെക്കുറിച്ചാണ്, ബോധതലത്തെക്കുറിച്ചാണ് എന്ന ആശയവും ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പിന്തള്ളുകയാണ്, എതിർക്കുകയാണ് ഉണ്ടായത്. ജസ്റ്റാൾട്ട് എന്നത് ഒരു ജർമ്മൻ പദമാണ്. ജസ്റ്റാൾട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം ഫോം ഓർ ഷേപ്പ് എന്നാണ്. രൂപം അല്ലെങ്കിൽ ആകൃതി എന്നാണ്. അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിനെ ഓർഗനൈസ്ഡ് വോൾ കൺഫിഗറേഷൻ എന്നെല്ലാം നമുക്ക് പറയാം. എന്താണ്? സമഗ്ര രൂപം അല്ലെങ്കിൽ സാകല്യ രൂപം. ഒരു ചെടിയെക്കുറിച്ചോ വൃക്ഷത്തെക്കുറിച്ചോ പഠിപ്പിക്കുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ സമഗ്ര രൂപം എന്താണ്, സാകല്യ രൂപം എന്താണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ വേരുകളും തടിയും ഇലയും പൂവും കായുമൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റാൾട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം രൂപം, ആകൃതി അല്ലെങ്കിൽ സമഗ്ര രൂപം, സാകല്യ രൂപം എന്നാണ്. ഫോം ഓർ ഷേപ്പ് ഓർ ഓർഗനൈസ്ഡ് വോൾ ഓർ കൺഫിഗറേഷൻ. ജസ്റ്റാൾട്ട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 1890 ക്രിസ്റ്റ്യൻ വോൺ എഹറൻഫെൽസ് എന്ന് പറയുന്ന ചിന്തകനാണ്. ജസ്റ്റാൾട്ട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 1890 ക്രിസ്റ്റ്യൻ വോൺ എഹറൻഫെൽസ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്, എന്ന ചിന്തകനാണ്. എന്നാൽ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് അടിത്തറയിട്ടത് മാക്സ് വെർദിമർ, വോൾഫ്ഗാങ് കൊഹ്ലർ, കുർട്ട് കോഫ്ക തുടങ്ങിയ മനഃശാസ്ത്രജ്ഞന്മാരാണ്. മാക്സ് വെർദിമറിനെ ഫാദർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു.
ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് മാക്സ് വെർദിമർ. വോൾഫ് ഗാങ് കൊഹിലർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം, അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം എന്നതിനെക്കുറിച്ച് പഠനം നടത്തിയത്. അപ്പോൾ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം. എന്താണ് ഉൾക്കാഴ്ച പഠനം? ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്നതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, അന്തർദൃഷ്ടി എന്ന് പറയുന്നത്. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ കൊഹിലർ നടത്തിയ പരീക്ഷണങ്ങൾ വളരെ പ്രശസ്തമാണ്. അടുത്തത് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് കുർട്ട് കോഫ്ക. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കുർട്ട് കോഫ്ക ഏത് മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടതാണ് എന്ന്. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് മാക്സ് വെർദിമർ. ഉൾക്കാഴ്ച പഠനത്തെക്കുറിച്ച്, ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ് വോൾഫ് ഗാങ് കൊഹിലർ. എന്താണ് ജസ്റ്റാൾട്ട്? ജസ്റ്റാൾട്ട് എന്നത് ഒരു സന്ദർഭത്തിന്റെ സമഗ്ര രൂപമാണ്. എന്തിനേയും നമ്മൾ വോളായിട്ട് കാണുക, WHOLE, വോൾ, പൂർണ്ണത. നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും പൂർണ്ണമായാണ്, സമഗ്രമായാണ്. സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രാധാന്യം. വോൾ ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ്. സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രാധാന്യം. വോൾ ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ്. അപ്പോൾ അധ്യാപകൻ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പാഠത്തിലെ സന്ദർഭങ്ങളും അനുഭവങ്ങളും സമഗ്ര രൂപത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു വോൾനെസ്, ഒരു സമഗ്രമായ അറിവ് അധ്യാപകൻ കുട്ടികൾക്ക് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അധ്യാപകൻ കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ എന്നാണ് ജസ്റ്റാൾട്ട് പറയുന്നത്. നമ്മളൊരു പാഠഭാഗം എടുക്കുമ്പോൾ ആ പാഠഭാഗത്തിന് മുമ്പിനായി പാഠസംഗ്രഹം എന്ന് കൊടുത്തിരിക്കും, അല്ലേ? ആ പാഠസംഗ്രഹം വായിക്കുമ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിൽ എന്താണ് എന്ന അറിവ് കിട്ടും. ഇത് ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്, സമഗ്രതയാണ്, വോൾനെസ് ആണ്. മനോരമ, മംഗളത്തിൽ തുടങ്ങിയ മാസികകളിലുള്ള നോവൽ നമ്മൾ വായിക്കുമ്പോൾ ആ നോവലിൽ ആദ്യം കൊടുത്തിരിക്കും കഥ ഇതുവരെ. അത് വായിച്ചിട്ടാണ് നമ്മൾ നോവലിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നോവലിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്, സമഗ്രതയ്ക്കാണ് പ്രാധാന്യം. പഠനത്തിൽ സന്ദർഭങ്ങൾക്കും അനുഭവങ്ങളുമെല്ലാം സമഗ്ര രൂപത്തിൽ കൊടുക്കണമെന്നാണ് ജസ്റ്റാൾട്ട് പറയുന്നത്. ജസ്റ്റാൾട്ട് പറയുന്നത് എന്താണ്? വോൾ ടു പാർട്സ് ആണ്. പൂർണ്ണതയിൽ നിന്നും അംശങ്ങളിലേക്ക് പോകണം. ആദ്യം പൂർണ്ണമായ സമഗ്രമായ ഒരു അറിവ് കുട്ടികൾക്ക് കൊടുത്തിട്ട് വേണം അതിൻ്റെ അംശങ്ങളിലേക്ക്, ആ പാഠഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് പോയി പഠിപ്പിക്കേണ്ടത്. വോൾ ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ് എന്നാണ് ജസ്റ്റാൾട്ട് പറയുന്നത്. അംശങ്ങളുടെ ആകെ തുകയേക്കാൾ പ്രധാനം സമഗ്രതയ്ക്കാണ്. അപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പാർട്സ് പഠിപ്പിക്കുന്നതിലല്ല കാര്യം, അതിൻ്റെ സമഗ്രമായ അറിവ് പഠിപ്പിക്കുന്നതിലാണ് കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തിലെ വൃക്കയെക്കുറിച്ചോ ഹൃദയത്തെക്കുറിച്ചാണോ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആദ്യം മനുഷ്യ ശരീരം എന്താണെന്ന് പൂർണ്ണമായ ഒരു അറിവ് കൊടുക്കണം. അതിനുശേഷം വേണം വൃക്കയിലേക്കും ഹൃദയത്തിലേക്കും പോയി പഠിപ്പിക്കേണ്ടത്. ദാറ്റ് ഈസ് വോൾ ടു പാർട്സ് എന്ന് പറയും. വോൾ ടു പാർട്സ് എന്നത് ഡിഡക്റ്റീവ് മെത്തേഡാണ്. ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയും. അതിനെ നമുക്ക് DGP എന്ന് പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പാർട്സ് ടു വോൾ ആണ്, പർട്ടിക്കുലർ ടു ജനറൽ ആണ്. അതിനെ IPG എന്ന് പറയാം. ഒരു സാമാന്യ ആശയത്തിൽ നിന്നും അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതാണ് വോൾ ടു പാർട്സ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന ചിന്താരീതി എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡക്റ്റീവ് മെത്തേഡ്, ആഗമന ചിന്താരീതി എന്ന് പറയുന്നത് അംശങ്ങളിൽ നിന്നും സാമാന്യമായ അല്ലെങ്കിൽ ഒരു പൊതുവായ തത്വത്തിലേക്ക്, പൊതുവായ അറിവിലേക്ക് പോവുകയാണ്. ഉദാഹരണങ്ങളിലൂടെ അല്ലെങ്കിൽ അംശങ്ങളിലൂടെ പ്രത്യേകമായതിൽ നിന്നും പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ സാമാന്യമായ അറിവിലേക്ക്, ഒരു പൊതു തത്വത്തിലേക്ക് പോകുന്നതാണ് ആഗമന ചിന്താരീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ IPG, DGP എന്ന് ഓർത്തു വെക്കുക. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. അപ്പോൾ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് DGP ആണ്, ഡിഡക്റ്റീവ് മെത്തേഡിനാണ്, നിഗമന ചിന്താരീതിക്കാണ്.
ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത് കുട്ടികളെ ആദ്യം സമഗ്രമായ ഒരു അറിവ്, ഒരു ജനറലൈസ്ഡ് നോളജ് അവർക്ക് കൊടുത്തിട്ട് ആ ഉദാഹരണങ്ങളിലേക്കോ പർട്ടിക്കുലേഴ്സിലേക്കോ സവിശേഷതകളിലേക്കോ പ്രത്യേകമായതിലേക്കോ പോകണമെന്നാണ്. അതുകൊണ്ട് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് നിഗമന ചിന്താരീതി എന്നാണ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ്. നമ്മുടെ മാക്സ് വെർദിമറാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് നമ്മൾ പഠിച്ചു. ഫാദർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് മാക്സ് വെർദിമറാണ്. അദ്ദേഹം ഒരിക്കൽ തീവണ്ടി യാത്രയായി ഉണ്ടായി. ഈ തീവണ്ടി യാത്രയിൽ വസ്തുക്കൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. നമുക്കും തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തോന്നാറുണ്ടല്ലേ? നിശ്ചലമായ കാഴ്ചയുടെ ചോദകങ്ങൾ ഒരു നിശ്ചിത ഇടവേളകളിൽ തുടർച്ചയായി കാണുമ്പോഴാണ് ചലനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്നാണ് ആ യാത്രയിലൂടെ മാക്സ് വെർദിമർ കണ്ടെത്തിയത്. നമ്മൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നിശ്ചലമായ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ ഒരിക്കലും സഞ്ചരിക്കുന്നില്ല. കാഴ്ചകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മളാണ് ട്രെയിനിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ ആ നിശ്ചലമായ കാഴ്ചകളെ നമ്മൾ ഇടവേളകളിലാണ് കാണുക. ആദ്യം ഒന്ന് കാണുന്നു, കുറച്ച് യാത്ര ചെയ്യുമ്പോൾ അടുത്ത ചോദകങ്ങൾ കാണുന്നു. ഇങ്ങനെ വസ്തുക്കളെ നിശ്ചലമായ കാഴ്ചയിൽ ഇങ്ങനെ നിശ്ചിത ഇടവേളകളിൽ നമ്മൾ തുടർച്ചയായി കണ്ടാൽ നമുക്കത് ചലിക്കുന്നതായി തോന്നുമെന്നാണ് പറയുന്നത്. ഈ തത്വം വെച്ചുകൊണ്ടാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. ചലച്ചിത്രത്തിലെ ഫിലിമുകൾ, ഓരോ നിശ്ചലമായ ഫിലിമുകളെ ഓടിക്കുമ്പോൾ അല്ലെ നിശ്ചലമായ ഫിലിമുകൾ നമ്മൾ ഇടവേളകളിൽ കാണുമ്പോൾ അത് ചലിക്കുന്നതായി നമുക്ക് തോന്നും. അവൾ ഒരു വീക്ഷണത്തിന്റെ വിവിധ അംശങ്ങൾ ചേർന്ന് ഒരു സമഗ്ര രൂപം തരുന്നു. സമഗ്ര രൂപം എന്ന അംശങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതും വ്യത്യസ്തവുമാണ്. അംശങ്ങൾക്കല്ല പ്രാധാന്യം. എന്തിനാണ്? സമഗ്രതയ്ക്കാണ് പ്രാധാന്യം. സമഗ്ര രൂപത്തിനാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്? ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീക്ഷണത്തിന്റെ അംശങ്ങൾക്കല്ല പ്രാധാന്യം, ആ വീക്ഷണത്തിന്റെ സമഗ്രതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ജസ്റ്റാൾട്ട് പറയുന്നത്. മാക്സ് വെർദിമർ മറ്റൊരു പരീക്ഷണം നടത്തുകയുണ്ടായി. 5ാം ക്ലാസ്സിലെ കുട്ടികളെ പെട്ടെന്നുള്ള ഒരു പ്രശ്ന പരിഹാരമാണ് അദ്ദേഹം നടത്തിയത്. ഒരു ദീർഘചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാൻ കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചു. ഒരു ദീർഘചതുരത്തെ വരികളും നിരകളുമായി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ധാരാളം സമചതുരങ്ങൾ കിട്ടും. ആ സമചതുരങ്ങളെ എണ്ണിക്കഴിഞ്ഞാൽ, എണ്ണം നോക്കിയാൽ നമുക്ക് ആ ദീർഘചതുരത്തിന്റെ എന്ത് കിട്ടും? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ലഭിക്കും. ഇത് മാക്സ് വെർദിമർ തൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു. അതായത് പരപ്പളവ് കാണാൻ മാക്സ് വെർദിമർ തൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കടലാസിൽ വെട്ടിയ ഒരു സാമാന്തരികം കുട്ടികൾക്ക് നൽകുകയുണ്ടായി. അപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞു. എന്നിട്ട് ആ സാമാന്തരികത്തിന്റെ ഏരിയ കണ്ടെത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാ കുട്ടികളും പറഞ്ഞു, ഞങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്ന്. എന്നാൽ ഒരു കുട്ടി എന്താ ചെയ്തത്? ആ സാമാന്തരികത്തിന്റെ രണ്ടറ്റങ്ങളെയും ആ വാല് പോലെ ഇരിക്കുന്ന സംഭവം മടക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനെ എന്താക്കി കാണാൻ പറ്റി? ഒരു ചതുരമാക്കി കാണാൻ പറ്റി. ആ മടക്കിയിരിക്കുന്ന രണ്ടറ്റങ്ങളും മുറിച്ചു ചേർത്തപ്പോൾ ഒരു വലിയ ദീർഘചതുരം കിട്ടി. എന്നിട്ട് ആ ദീർഘചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഒരു കുട്ടി കണ്ടു. അപ്പോൾ ഈ കുട്ടിക്ക് മുമ്പ് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. ആ സാമാന്തരികത്തെ പൂർണ്ണമായും പരിശോധിച്ചപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് സാമാന്തരികത്തിന്റെ രണ്ടറ്റങ്ങളെയും വെട്ടി അത് ചേർത്ത് വെച്ചാൽ ആ സാമാന്തരികം എന്തായി? ഒരു ദീർഘചതുരമായി മാറും. അങ്ങനെയാവുമ്പോൾ ദീർഘചതുരത്തിന്റെ ഏരിയ കാണാൻ വളരെ എളുപ്പമാണ്. അത് കുട്ടിക്കറിയാം. ഇത് കുട്ടിക്ക് സഡനായി കിട്ടിയ ഒരു അറിവാണ്, പെട്ടെന്ന് കിട്ടിയ ഒരു അറിവാണ്. ഇതിനെയാണ് ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടി തൻ്റെ ഇൻസൈറ്റിലൂടെയാണ് എന്ത് ചെയ്തത്? ആ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്നതിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. സഡൻ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ മാക്സ് വെർദിമർ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന ആശയം രൂപപ്പെടുത്തുകയുണ്ടായി. എന്തൊക്കെയാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ പ്രത്യേകത? ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആശയങ്ങൾ ഇതാണ്. വോൾ ടു പാർട്സ്. എന്താണ്? സമഗ്രതയിൽ നിന്നും അംശങ്ങളിലേക്ക്. വോൾ ടു പാർട്സ് എന്ന ആശയം എവിടെ കണ്ടാലും, വോൾ എന്ന വാക്ക്, സമഗ്രത എന്ന വാക്ക് എവിടെ കണ്ടാലും നമ്മൾ ആരെ ഓർത്തോണം? ജസ്റ്റാൾട്ടിനെ ഓർത്തോണം. വോൾ ടു പാർട്സ്.
അടുത്തത് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആണ്, സംയോജിത പഠനം. എല്ലാ വിഷയങ്ങളും ചേർത്തുകൊണ്ട് പഠിക്കുക. കുട്ടി പഠിക്കുന്ന ആശയങ്ങളെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് സെപ്പറേറ്റ് അല്ല പഠിക്കുക. എല്ലാം എന്താണ്, യോജിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ വിഷയങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തി കുട്ടി പഠിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്. അപ്പോൾ ഒരു സമഗ്രത, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും പരസ്പരം യോജിപ്പിക്കേണ്ടതാണ്. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇംഗ്ലീഷും മലയാളവും മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും സോഷ്യൽ സയൻസും എല്ലാം സമഗ്രം, എല്ലാം കൂടി ചേരുമ്പോഴാണ് പഠനം പൂർണ്ണമാകുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഈസ് എ വോൾനെസ് ആണ്, സമഗ്രമായ ഒരു അറിവാണ്. അടുത്തതായി ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത് ചോദകത്തെ നമ്മൾ പ്രത്യക്ഷണത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്നു എന്നാണ്. പെർസീവ് ദ സിറ്റുവേഷൻ ആസ് എ വോൾ എന്ന് പറയും. നമ്മൾ ഏതൊരു സാഹചര്യത്തെ നേരിടുമ്പോഴും ആ സാഹചര്യത്തെ പൂർണ്ണമായി നമ്മൾ പെർസീവ് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കണം, അല്ലെങ്കിൽ മീനിങ് ഫുള്ളായി അർത്ഥവത്തായി മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ഏത് പ്രശ്നത്തെയാണോ നേരിടുന്നത് ആ പ്രശ്നത്തെ നമ്മൾ പൂർണ്ണമായും പെർസീവ് ചെയ്താൽ, പൂർണ്ണമായും മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് എന്ത് കണ്ടെത്താൻ പറ്റും? സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ പെർസെപ്ഷൻ എന്ന വാക്ക്, പ്രത്യക്ഷണം എന്ന വാക്ക് എവിടെ കണ്ടാലും നമ്മൾ ആരെ ഓർക്കണം? ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ ഓർക്കണം. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത് മോട്ടിവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു കുട്ടി ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അതൊരു മോട്ടിവേഷനാണ് വീണ്ടും പ്രശ്നപരിഹാരം കണ്ടെത്താനായിട്ട്. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത് എന്താണ്? പെട്ടെന്ന് നമുക്ക് ഒരു പ്രശ്നത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ പ്രശ്ന നിർദ്ധാരണ ശേഷിക്കാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഉൾക്കാഴ്ചയിലൂടെ പ്രശ്നത്തെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം പറയുന്നത്. ലേണിംഗ് സിറ്റുവേഷൻ ഈസ് എ പ്രോബ്ലം സിറ്റുവേഷൻ ആൻഡ് ലേണർ ക്യാൻ ഡിഡ്യൂസ് ദ സിറ്റുവേഷൻ ബൈ ഇൻസൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവ് ഉൾക്കാഴ്ചയിലൂടെ കുട്ടിക്ക് കിട്ടുന്നു. എങ്ങനെയാണ് ഉൾക്കാഴ്ച പഠനം ചെയ്യുന്നത്? ഡിഡക്റ്റീവ് മെത്തേഡിലൂടെയാണ്. ഡിഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതിയിലൂടെയാണ്, G2P യിലൂടെയാണ്. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് വോൾ എന്ന് ഓർക്കണം, സമഗ്രത എന്ന് ഓർക്കണം, ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന സംയോജിത പഠനം ഓർക്കണം, പെർസെപ്ഷൻ ഓർക്കണം, പ്രത്യക്ഷണം ഓർക്കണം, മോട്ടിവേഷൻ ഓർക്കണം, പ്രോബ്ലം സോൾവിങ് ഓർക്കണം. ഇതെല്ലാമാണ് ജസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് സമഗ്രത എന്ന ആശയം ഓർക്കണം, പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണം എന്ന് ഓർക്കണം, പ്രോബ്ലം സോൾവിങ് പ്രശ്ന നിർദ്ധാരണ ശേഷി ഓർക്കണം, ഇൻസൈറ്റ് ലേണിംഗ് അന്തർദൃഷ്ടി പഠനം എന്ന് ഓർക്കണം. ഇത്രയും പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ തത്വം എന്താണ്, ഇൻസൈറ്റ് ലേണിംഗ് എന്താണ് എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായി പഠിക്കാം. അപ്പോൾ ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.